ഹലോ, സീക്രട്ട് ബുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആകർഷണ നിയമം എന്നത് ഒരു പ്രകൃതി നിയമമാണെന്ന് നമ്മൾ ഫസ്റ്റ് ഡേയും സെക്കൻഡ് ഡേയും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഗുരുത്വാകർഷണ നിയമം പോലെ തന്നെ അത് നിഷ്പക്ഷവും സർവ്വസമാനവും ആണ്. അത് സൂക്ഷ്മമാണ്, കൃത്യതയാർന്നതാണ്. ഇപ്പോൾ സ്വന്തം ജീവിതത്തിൽ നിങ്ങൾ വലയം ചെയ്തിരിക്കുന്ന, നിങ്ങൾ ഖേദിക്കുന്നവയുൾപ്പെടെ എല്ലാം നിങ്ങളിലേക്ക് സ്വയം ആകർഷിച്ചവയാണ്. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കാത്ത ഒന്നായിരിക്കും അത് എന്ന് ആദ്യ നോട്ടത്തിൽ തന്നെ എനിക്കറിയാം. ഉടൻ തന്നെ നിങ്ങൾ പറയുവാൻ പോകുന്നത്, ആ കാർ ആക്സിഡൻറ്റ് ഞാൻ എന്നിലേക്ക് ആകർഷിച്ചതേയല്ല, അല്ലെങ്കിൽ എനിക്ക് എന്നും തലവേദനയായ ആ കക്ഷിയെ ഞാൻ എന്നിലേക്ക് ആകർഷിച്ചതല്ലല്ലോ, അതുമല്ലെങ്കിൽ പ്രത്യേകിച്ച് ഈ കടബാധ്യതകൾ ഞാൻ എന്നിലേക്ക് ആകർഷിച്ചതല്ലല്ലോ എന്നൊക്കെയായിരിക്കും. അതിന് ഞാൻ നിങ്ങളോട് മുഖമടച്ചെന്ന പോലെ പറയുവാൻ പോകുന്ന മറുപടി, അതെ, നിങ്ങൾ തന്നെയാണ് അവയൊക്കെ നിങ്ങളിലേക്ക് ആകർഷിച്ചത് എന്നതാണ്. ഉൾക്കൊള്ളാൻ ഏറെ വിഷമമുള്ള ആശയങ്ങളിലൊന്നാണ് ഇത്. പക്ഷേ ഒരിക്കൽ നിങ്ങളത് അംഗീകരിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കും. ചരിത്രത്തിൽ വളരെയേറെ മനുഷ്യർക്ക് കൂട്ടത്തോടെ തങ്ങളുടെ ജീവൻ നഷ്ടപ്പെടാനിടയായ ധാരാളം സംഭവങ്ങൾ ഉണ്ട്. രഹസ്യത്തെക്കുറിച്ചുള്ള ഈ പരാമർശം ആദ്യമായി കേൾക്കുന്നയാളുകളുടെ മനസ്സിലേക്ക് ചിലപ്പോൾ ഓടിയെത്തിയേക്കാം. അത്തരം സംഭവങ്ങളിൽ ഉൾപ്പെട്ട ആളുകൾ എല്ലാവരും ആ അനിഷ്ട സംഭവങ്ങളെ സ്വയം തങ്ങളിലേക്ക് ആകർഷിക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ അത് ദുർഗ്രഹം തന്നെയാണ്. ആകർഷണ നിയമമനുസരിച്ച് പ്രസ്തുത സംഭവങ്ങളിലൂടെയും അവയിൽ ഉൾപ്പെട്ടിരുന്ന ആളുകളുടെ ചിന്തകളുടെ തരംഗദൈർഘ്യം ഒന്നുതന്നെ ആയിരിക്കണം. ആ ആളുകൾ മുഴുവനും കൃത്യമായും ആ സംഭവത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടാവണം എന്നല്ല അതിന് അർത്ഥം. പക്ഷേ അവരുടെ ചിന്തയുടെയും ആ സംഭവത്തിൻ്റെയും തരംഗദൈർഘ്യം ഒന്നിനോടൊന്ന് പൊരുത്തപ്പെടുന്നതായിരുന്നു എന്നേ ഇതിന് അർത്ഥമുള്ളൂ. ആ വ്യക്തികൾ തെറ്റായ സമയത്ത് തെറ്റായ സ്ഥലത്ത് എത്തിയതായിരിക്കാമെന്നും തങ്ങൾക്ക് ചുറ്റും സംജാതമായ സാഹചര്യങ്ങളിൽ അവർക്ക് യാതൊരു നിയന്ത്രണവും ഇല്ലായിരുന്നു എന്നും കരുതാം. പക്ഷേ അവരിലുളവായ ഭയം, ഒറ്റപ്പെടൽ, ബലഹീനത എന്നിവ സ്ഥായിയായി നിലനിന്നിരുന്നുവെങ്കിൽ അത് അവരെ തെറ്റായ സമയത്ത് തെറ്റായ സ്ഥലത്തേക്ക് ആകർഷിച്ചിട്ടുണ്ടാവണം. ഇപ്പോൾ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാനുള്ള അവസരമുണ്ട്. അശുഭങ്ങളായ സംഭവങ്ങൾ, ദുരന്തങ്ങൾ എപ്പോൾ വേണമെങ്കിലും സംഭവിച്ചേക്കാമെന്നും അത് തികച്ചും യാദൃച്ഛികം മാത്രമാണെന്നും വിശ്വസിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? നിങ്ങൾ തെറ്റായ സമയത്ത് തെറ്റായ സ്ഥലത്ത് എത്തിപ്പെട്ടേക്കാം എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? ബാഹ്യ സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് യാതൊരു നിയന്ത്രണവും ഇല്ല എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? അതല്ല നിങ്ങളുടെ ജീവിതാനുഭവങ്ങൾ നിങ്ങളുടെ കൈകളിൽ തന്നെയാണെന്നും നിങ്ങളുടെ ചിന്ത നന്മയുടെ വഴിയിലൂടെ ആയതിനാൽ നല്ലത് മാത്രമേ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയുള്ളൂ എന്നും വിശ്വസിക്കുവാനും മനസ്സിലാക്കുവാനുമാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് എന്താണോ അതുതന്നെയാണ് നിങ്ങളുടെ ജീവിതാനുഭവമായി മാറാൻ പോകുന്നത്.